എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ നെഫ്രോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ മാമൻ എം ജോൺ. ഒരു സ്റ്റേജ് 1 and 2 വൃക്കരോഗം ഉണ്ടെങ്കിലും രോഗിയോ ആരും അറിയുന്നില്ല. പ്രത്യേകിച്ച് പ്രകടമായ ഒരു മാറ്റവും ശരീരത്തിലുണ്ടാകുന്നില്ല. ഒരു സ്റ്റേജ് 3 കഴിയുമ്പോൾ മാത്രമേ പലപ്പോഴും ഇത് കണ്ടുപിടിക്കാറുള്ളൂ. ഞങ്ങളുടെ നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പലപ്പോഴും സ്റ്റേജ് 3 അപ്പുറമായിട്ട്. അപ്പോൾ ഈ വൃക്കരോഗം വരാനുള്ള നേരത്തെ പറഞ്ഞ ഹൈ റിസ്ക് കാറ്റഗറിയുള്ളവർ ഈ ഇടയ്ക്ക് ഒരു പരിശോധന നടത്താതെ ഇത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസം. അതായത് ഒരു തലവേദന പോലെയോ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് പോലെയോ പോലും ശരീരം ആദ്യഘട്ടങ്ങളിൽ ഒരുപക്ഷെ ലക്ഷണങ്ങൾ കാണിക്കുന്നില്ല. ലക്ഷണങ്ങൾ വരുന്നത് വളരെ ലേറ്റ് സ്റ്റേജിലാണ്. ഡോക്ടർ, അപ്പം നമ്മൾ ഈ പറഞ്ഞ കൂടുതലുള്ള വിഭാഗം തീർച്ചയായും ഒരു ടെസ്റ്റിംഗ് നടത്തുന്നതാണ് എപ്പോഴും നല്ലത്. വൃക്കരോഗത്തിനേക്ക് അതിനുള്ള ഈ അതിനുള്ള ഒരു രോഗനിർണയ മാർഗങ്ങൾ എന്തെല്ലാമാണ്? രോഗനിർണയ മാർഗങ്ങൾ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഡയബറ്റീസ് ഉള്ള ഹൈപ്പർ ടെൻഷൻ ഉള്ള ഒരാളാണെങ്കിൽ, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് കിഡ്നി ഡിസീസ് ഉള്ളതാണെങ്കിൽ ഒരു പീരിയോഡിക്കായിട്ട്, അതായത് വൺസ് ഇൻ എ വൈൽ ഒരു ബ്ലഡ് ടെസ്റ്റ്, അതായത് യൂറിൻ ടെസ്റ്റ്, യൂറിനിൽ ആദ്യമേ ചെയ്ത് യൂറിൻ്റെ പ്രോട്ടീൻ ലീക്ക് ഉണ്ടോ, അതിൽ യൂറിനിൽ രക്താംശം ഉണ്ടോ, അതൊക്കെ സാധാരണ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യാതെ അറിയാവുന്നതേ ഉള്ളൂ. അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ രക്തത്തിലെ മാലിന്യങ്ങളുടെ അളവ് മെഷർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ബ്ലഡിലെ യൂറിയ ലെവല്, ക്രിയാറ്റിൻ ലെവല്, ഇലക്ട്രോലൈറ്റ്സ്, ഇതൊക്കെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ വൃക്കയുടെ പ്രവർത്തനം ഏകദേശം എങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു ടെസ്റ്റ്, വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റ്, അൾട്രാസൗണ്ട് സ്കാൻ എന്നുള്ളതാണ്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താലും കിഡ്നിയുടെ സൈസ്, ഷേപ്പ്, കിഡ്നിയിൽ എന്തെങ്കിലും തകരാറുണ്ടോ, എന്തെങ്കിലും ബ്ലോക്കുകളുണ്ടോ ഒക്കെ ഈ 3 ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരുമാതിരി കിഡ്നിയുടെ അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാണെങ്കിൽ, പ്രത്യേകിച്ച് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ വൺസ് ഇൻ ഒരു 6 months ഇത് ടെസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് വലിയ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചറിയാവുന്ന കാര്യമേ ഉള്ളൂ. ഡോക്ടർ, ഇപ്പോൾ ഈ പ്രമേഹ രോഗികളും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം കൂടുതലുള്ളവർക്കും സാധ്യത കൂടുതലാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ രോഗനിർണയം അല്ലാതെ ഞാൻ ചോദിക്കുന്ന അവർ പ്രത്യേകമായി എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതായത് അവരുടെ പ്രോൺ ടു എന്ന് പറയുന്ന കാറ്റഗറി വരുന്നതുകൊണ്ട് അവരുടെ ഭക്ഷണ രീതിയിലോ ജീവിത ശൈലിയിലോ അങ്ങനെ എന്തെങ്കിലും? ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർ, ഡയബറ്റീസ് ഒന്നാമത് കൺട്രോൾഡ് ആയിരിക്കണം. ഡയബറ്റീസിന്റെ കൺട്രോൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ വരുന്ന ദിവസം ബ്ലഡ് ഷുഗർ വളരെ കൺട്രോൾ ആയിരിക്കും. അത് കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് HbA1c അല്ലെങ്കിൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, 3 മാസത്തെ ആവറേജ്. ആ ടെസ്റ്റിൽ കൺട്രോൾ ആണെങ്കിൽ മാത്രമേ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആണെന്ന് പറയാൻ പറ്റൂ. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ, ഇതിനൊരു ഓരോ മാനങ്ങൾ വെച്ചിട്ടുണ്ട്. 140/90 താഴെ, അല്ലെങ്കിൽ 140/85 താഴെ ഒരു ഡയബറ്റിക് രോഗിയെ സംബന്ധിച്ചോളം ആ രീതിയിൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഇതൊരു കൺട്രോളാകും. ഈ 2-3 കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈ രോഗം മൂർച്ഛിക്കാൻ ഇടയാകുന്നത് തടയാൻ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഈ രോഗം തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ക്രോണിക് കിഡ്നി ഡിസീസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അത് തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ആപ്പാടെ പറ്റുന്നത് ഈ രോഗത്തിൻ്റെ പ്രോഗ്രഷൻ, അതായത് മുമ്പോട്ടുള്ള പോക്ക് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. ഈ ബിപിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ബിപിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ബിപിയുടെ മരുന്നും കറക്റ്റായിട്ട് കഴിക്കണം. പിന്നെ BP മറ്റ് അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. അതനുസരിച്ച് നമ്മുടെ BP എപ്പോഴും കൺട്രോളിൽ നിർത്തണം. 140/85 താഴെ നിർത്തണം. ഈ 2 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 2 കാറ്റഗറി പെടുന്ന ആളുകൾക്കും വൃക്കരോഗത്തിനെ അധികം ഭയക്കാതെ മുന്നോട്ട് പോകാം. ഡോക്ടർ, അപ്പം ഡയാലിസിസിനെ പറ്റി നമ്മൾ പറഞ്ഞോളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഏതാണ്ട് 5ാമത്തെ സ്റ്റേജിലാണ് ഡയാലിസിസ്. അതിന് മുൻപ് നമ്മൾ ചികിത്സകൾ ഏതൊക്കെ തരത്തിലാണ്? ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡയറ്റ് കൺട്രോൾ ചെയ്യാൻ, അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പറയാം. എങ്ങനെയൊക്കെയാണ് ഡയറ്റ്? സ്റ്റേജ് 3 വരുമ്പോഴത്തേക്ക്, അതായത് ഡയറ്റിലെ പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കണം. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോട്ടീൻ കഴിച്ചാൽ കിഡ്നിയുടെ വർക്ക് ലോഡ് കൂട്ടും. നമ്മുടെ ഓൾറെഡി ഡാമേജ് കിഡ്നീസ് ആണ്. ഇപ്പോൾ സ്റ്റേജ് 3 ഡാമേജ് കിഡ്നിയിലേക്ക് പ്രോട്ടീൻ്റെ അളവ് ഒരുപാട് ചെയ്യുന്ന കിഡ്നിയിൽ ബേസിക്കലി ഫങ്ഷനിങ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു നെഫ്രോണാണ്. നെഫ്രോണിലൊരു ഗ്ലോമർലെസ് ഉണ്ട്, അതായത് അരിപ്പ. അരിപ്പയിലുള്ള പ്രഷർ കൂട്ടും പ്രോട്ടീൻ ഒരുപാട് ചെന്ന് കഴിഞ്ഞാൽ. പ്രോട്ടീൻ റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാമേജ് ആയ കിഡ്നികളെ കൂടുതൽ ലോഡ് കൊടുക്കാതിരിക്കുന്ന വഴി ആ കിഡ്നിയുടെ ഡാമേജ്ഡ് കിഡ്നി ആണെങ്കിൽ അതിന്റെ പ്രവർത്തനം കുറെയൊക്കെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള, അതായത് ആ ആളുടെ രോഗിയുടെ ഒരു രോഗാവസ്ഥയുടെ തീവ്രത നോക്കിയിട്ടാണ് ഈ ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ഓരോരുത്തർക്ക് നമ്മുടെ വെയിറ്റ് ഒക്കെ അനുസരിച്ചിട്ടാണ്, എത്ര അതുപോലെ നമ്മുടെ രക്തത്തിലെ പൊട്ടാസ്യത്തിന്റെ അളവ്, സോഡിയത്തിന്റെ അളവ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു ഡയറ്റീഷ്യൻ ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ ഡയാലിസിസിനെ പറ്റി നമ്മുടെ ഒരു പ്രേക്ഷക സംസാരിച്ച പോലെ വൃക്കയുടെ പ്രവർത്തനം തകരാറിലായി എന്നറിയുമ്പോൾ
അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞു കഴിയുമ്പോൾ രോഗനിർണയത്തിലൂടെ ഒരു ഡോക്ടറെ കണ്ട്, പിന്നെ ഡയാലിസിസ് എന്ന് പറയുന്നത് മാത്രമാണോ ഒരു വഴി, അതോ അതിന് മുന്നോടിയായിട്ട് നമുക്ക് വേറെ എന്തെല്ലാം ചികിത്സകളാണ് നൽകാൻ സാധിക്കുക? ഒരു വൃക്കരോഗം കണ്ടുപിടിച്ചപ്പോൾ പല സ്റ്റേജിലുണ്ട്. ഞാൻ പറഞ്ഞ സ്റ്റേജ് 1 to സ്റ്റേജ് 5, സ്റ്റേജ് 2, 3 ഒക്കെ ആകുമ്പോഴാണ് സാധാരണ ഒരാൾ ഡോക്ടറുടെ അടുത്തേക്ക് വരുന്നത്. ഡയാലിസിസ് ചെയ്യുന്നത് സ്റ്റേജ് 5, അതായത് എൻ സ്റ്റേജ് റീനൽ ഡിസീസ്, കിഡ്നിയുടെ ഫിൽട്രേഷൻ ഒരു 10-15 ml താഴെ വരുമ്പോഴാണ് നമ്മൾ ഡയാലിസിസ് തുടങ്ങുന്നത്. ഇപ്പോൾ സ്റ്റേജ് 3 കണ്ടുപിടിക്കുന്നവർക്ക് പലപ്പോഴും നമ്മൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ, ഡയറ്റ് പ്രത്യേക ഇതാണ് റീനൽ ഡയറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രത്യേക അളവിലുള്ള സോൾട്ടിൻ്റെ അളവ്, പൊട്ടാസ്യം കൺട്രോൾ ചെയ്തുള്ള ഡയറ്റ് ചെയ്താൽ ഈ പ്രോഗ്രഷൻ ഒഴിവാക്കാം. പക്ഷെ എന്നാലും ഒരു സ്റ്റേജ് 5 വരും. അപ്പോൾ സ്റ്റേജ് 5 എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാം, റീനൽ ഡയറ്റ് ഫോളോ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് 5 പോകുന്നത് സ്ലോ ഡൗൺ ചെയ്യാൻ നിർത്താൻ പറ്റില്ല, സ്ലോ ഡൗൺ ചെയ്യാം. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.